ആരിഫ് ഹുസൈന്റെ ഈ പോസ്റ്റ് കണ്ടില്ലേ? എന്താണ്? ഉമ്മ മരിച്ചു, ഹൂറന്മാർക്ക് വേണ്ടി സ്വന്തം മകനെ വരെ തള്ളിപ്പറഞ്ഞ എന്റെ ജിഹാദി ഉമ്മ ഹൂറന്മാർ ഇല്ലാത്ത ലോകത്തേക്ക് പോയി. ആദരാഞ്ജലികൾ. യുക്തിവാദി ആരിഫ് ഹുസൈൻ ആയിരിക്കും അല്ലെ? എനിക്ക് തോന്നി. കാരണം ഇങ്ങനെയൊക്കെ എഴുതാൻ യുക്തിവാദികൾക്ക് തന്നെ കഴിയുന്നു. ഒരു മനുഷ്യന്റെ മനുഷ്യത്വത്തെ തീരുമാനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അയാൾ തന്റെ മാതാവിനോടുള്ള സമീപനം എങ്ങനെയാണ് എന്നുള്ളത്. അത് ഏത് മതത്തിൽപ്പെട്ട ആളാവട്ടെ, ഏത് ആശയങ്ങൾ സ്വീകരിക്കുന്ന ആളാവട്ടെ, അയാള് വിശ്വാസങ്ങളോട് വിരോധം പുലർത്തുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ ആശയങ്ങളോട് കലഹിക്കുന്ന ആളായിരിക്കാം, മതത്തെ ചോദ്യം ചെയ്യുന്ന ആളായിരിക്കാം. എന്ത് തന്നെയായാലും നൊന്ത് പ്രസവിച്ച ഉമ്മയോട്, അമ്മയോട് അയാളുടെ സമീപനം എങ്ങനെയാണ് എന്നുള്ളതിനെ ആശ്രയിച്ചാണ് ഒരാളുടെ മനുഷ്യത്വത്തെ തീരുമാനിക്കുന്നത്. അത് നമ്മുടെ മതം തന്നെ വ്യക്തമായി പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു മതം സ്വീകരിക്കണം എന്ന് പറയുന്നത്. എല്ലാ മതങ്ങളും മാതാവിന് വലിയ സ്ഥാനം കൽപ്പിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ മാതാവിന്റെ കാൽച്ചുവട്ടിലാണ് സ്വർഗം എന്ന് പറയുന്ന ഹദീസ് നമുക്കൊക്കെ അറിയാലോ. അപ്പോ മതത്തിലൂടെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ഈ രൂപത്തിൽ സ്വന്തം മാതാവിനെ ആക്ഷേപിക്കുവാനോ, അല്ലെങ്കിൽ ഇതിപ്പോ ശരിക്ക് ഒരു ഉമ്മ മരിച്ചു കിടക്കുന്ന ഒരു ഉമ്മയെ മരിച്ചു എന്നുള്ള വാർത്ത പുറത്തേക്ക് എത്തിക്കുന്ന ഒരു രൂപമാണ്. യഥാർത്ഥത്തിൽ ഈ നിരീശ്വരവാദികൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള നിർമ്മിതവാദികൾ അവരൊക്കെ നമ്മൾ മതത്തിൽ നിന്ന് പുറത്തായി എന്നാണ് പറയാറുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ മതത്തിൽ നിന്ന് മാത്രമല്ല പുറത്താകുന്നത്, ഒരു മനുഷ്യത്വത്തിൽ നിന്നുകൂടെയാണ് പുറത്താവുന്നത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, അദ്ദീനു അൻ-നസീഹ. മതം എന്ന് പറഞ്ഞാൽ ഗുണകാംക്ഷയാണ്. എല്ലാവർക്കും നല്ലത് പ്രതീക്ഷിക്കുക, നല്ലത് വരണം എന്ന് പ്രാർത്ഥിക്കുക. അത് മാതാവ്, പിതാവ്, അതുപോലെ നമ്മുടെ അയൽവാസികൾ, നാട്ടുകാർ, കുടുംബക്കാർ, കൂട്ടുകാർ, എല്ലാവർക്കും നല്ലത് മാത്രം പ്രതീക്ഷിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ മതം എന്ന് പറയുന്നത്. ഖുർആനിൽ തന്നെ നിരവധി ഉദാഹരണങ്ങൾ അതിനുണ്ട്. ഇവിടെ ഇപ്പോ നമ്മൾ കണ്ട ഈ പോസ്റ്റില് സ്വന്തം മാതാവ് മരിച്ചു കിടക്കുന്ന സമയത്ത് മാതാവിനെ ആക്ഷേപിക്കുകയാണ്. മാതാവ് അറിവില്ലാത്ത ഒരാള്, ഞാൻ ഭയങ്കര ഒരു അറിവുള്ള ഒരാള്, എല്ലാം തികഞ്ഞ ഒരാള് എന്നൊരു രീതിയാണ് ഇവിടെ നമ്മൾ കണ്ടത്. ഏതായാലും ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ യുക്തിവാദത്തിലേക്കും നിരീശ്വരവാദത്തിലേക്കൊന്നും പോകരുത് എന്ന് പറയുന്നത്. കാരണം അതോടുകൂടെ മതത്തിൽ നിന്ന് മാത്രമല്ല അവർ പുറത്താകുന്നത്, മനുഷ്യത്വത്തിൽ നിന്നുകൂടെയാണ്.